കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. 76 സ്കൂളുകൾക്ക് 100% വിജയം. തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചേക്കും. വിലവർധന 10 രൂപയിലേക്ക് എത്തിക്കാൻ എണ്ണ കമ്പനികളുടെ നീക്കം. ഇന്ധന വിലവർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. തൃശൂർ നഗരത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നും TR ഹിരൺ. ദേശീയപാത വാണിയമ്പാറയിൽ ആംബുലൻസിൽ ലഹരിമരുന്ന് കടത്തിയ 2 പേർ പിടിയിൽ. വെട്ടിക്കൽ സ്വദേശി ഫെയ്ദ, അഞ്ചേരി സ്വദേശി സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തയിലേക്ക്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വിജയം. 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം 77.81 ആയിരുന്നു വിജയശതമാനം. ഇത്തവണ 0.16% മുൻ വർഷത്തേക്കാൾ വിജയശതമാനം കൂടുതലാണ്. മുഴുവൻ മാർക്ക് 60 പേർക്ക് ലഭിച്ചു. 10 ആൺകുട്ടികൾക്കും 50 പെൺകുട്ടികൾക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത്. 30,561 പേർ മുഴുവൻ വിഷയത്തിൽ A+ നേടി. 76 സ്കൂളുകൾ 100% വിജയം നേടി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. സേ പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ നടക്കും. തലസ്ഥാനത്ത് SFI പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്വരാജ് റൗണ്ട് ചുറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. മാർച്ച് കമ്മീഷണർ ഓഫീസിന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. പ്രതിഷേധ യോഗം SFI ജില്ലാ സെക്രട്ടറി അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം VS ആദിത്യ, അജയ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കാൻ നീക്കം. വിലവർധന 10 രൂപയിലെത്തിക്കാനാണ് എണ്ണ കമ്പനികൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച് പരോക്ഷ സൂചന പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പെട്രോൾ വിലയിൽ വരുത്തിയ വർധന 8 രൂപ 35 പൈസയാണ്. ഡീസലിന് 8.6%, പെട്രോളിന് 7.8% വില വർധനവുണ്ടായത്. തൃശൂരിൽ ഇന്ധന വില വർധനവിനെതിരെ DYFI പ്രതിഷേധം. പാറമേക്കാവ് ജംഗ്ഷനിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും ഉന്തുവണ്ടി തള്ളിയുമായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം DYFI നേതാവായ ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായിട്ട് DYFI ഇത്തരത്തിലുള്ള സമരത്തിന് വേണ്ടി പ്രോത്സാഹനം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, അധികം വൈകാതെ തന്നെ ഇത്തരം ഒരു ആഫ്രിക്കന് ചാർജ് കൊടുക്കണ്ടേ, കറണ്ടിന് ചാർജ് കൊടുക്കണ്ടേ. കേരള സംസ്ഥാനത്ത് ഒരു കിട്ടാക്കനിയായ സംഭവമാണ്. 5-6 മണിക്കൂറൊക്കെയാണ് അവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും. നിങ്ങൾ ശക്തിപ്പെടുത്തുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ
കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനി അംബാനിമാർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്നവരായി മോദി സർക്കാർ മാറിയെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ ആരോപിച്ചു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധന വില വർധനവിനെതിരെ പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, AT സ്റ്റീഫൻ, സിജു പാവറട്ടി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, മീര ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ കൃത്യമായി ഇടപെടുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി മേയർ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മോഷണത്തിന്റെ മറവിൽ പല സുപ്രധാന ഫയലുകളും ഭരണപക്ഷം മാറ്റിയതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മോഷണം പോയ ഫയലുകൾ ഏതൊക്കെയാണെന്ന് മേയറും ഡെപ്യൂട്ടി മേയറും വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൂർക്കഞ്ചേരി സോണൽ ഓഫീസിൽ നടന്ന മോഷണം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് BJP കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോൻ പറഞ്ഞു. സോണൽ ഓഫീസുകളിൽ സെക്യൂരിറ്റി ജീവനക്കാരോ CCTV ക്യാമറ സൗകര്യമോ ഒരുക്കാത്തത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്ന് രഘുനാഥ് C. മേനോൻ ആരോപിച്ചു. വളർക്കാവ് ഡിവിഷനിലെ ഫ്ളാറ്റ് നിർമ്മാണം മൂലം കേടുപാട് വന്ന വീട്ടുകാർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിനി ഹെറിറ്റേജ് ഹോമിന്റെ കുടിശ്ശിക തിരിച്ചുപിടിക്കാത്തതിൽ BJP പ്രതിഷേധിച്ചു. മിനിറ്റ്സിന്റെ കോപ്പി കൌൺസിൽ യോഗത്തിൽ കീറിയെറിഞ്ഞു. ദേശീയപാത വാണിയമ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിൽ ആംബുലൻസിൽ നിന്ന് MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിക്കൽ സ്വദേശി ഫെയ്ദ്, അഞ്ചേരി സ്വദേശി സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ബീക്കൺ ലൈറ്റ് ഇട്ട ആംബുലൻസിലാണ് ലഹരി കടത്തിയത്. അതിർത്തി കടന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് വാണിയമ്പാറയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. സംശയാസ്പദമായി കണ്ട ആംബുലൻസ് തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവർ സീറ്റിനടിയിൽ പ്രത്യേകം തയ്യാറാക്കി അറയിൽ ഒളിപ്പിച്ച നിലയിൽ MDMA കണ്ടെത്തിയത്. രോഗിയില്ലാതെ ബീക്കൺ ലൈറ്റ് ഇട്ട് അമിത വേഗതയിൽ ആംബുലൻസ് വന്നത് പരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണെന്ന് പോലീസ് പറഞ്ഞു. പിടിച്ചെടുത്ത MDMAയ്ക്ക് ചില്ലറ വിപണിയിൽ 15 ലക്ഷത്തോളം രൂപ വില വരും. ലഹരിയുടെ ഉറവിടത്തെക്കുറിച്ച് ഇടപാടുകാരെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നിലനിൽക്കുമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുരേഷ് ഗോപി സമർപ്പിച്ച പ്രത്യേക അനുമതി ഹർജിയിലും തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള സ്റ്റേ ഹർജിയിലും സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. നേരത്തെ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്ത് AIYF നേതാവ് AS ബിനോയ് സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് ഹർജി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാദം നിരസിച്ച കേരള ഹൈക്കോടതി ഹർജി നിലനിൽക്കുമെന്നും വിശദമായ വിചാരണ ആവശ്യമാണെന്നും ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് സുരേഷ് ഗോപി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബക്രീദ് പ്രമാണിച്ച് റേഷൻ കടകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരുന്നതിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ്. റേഷൻ കടകൾ നാളെ തുറന്നു പ്രവർത്തിക്കും. ബക്രീദ് പ്രമാണിച്ച് റേഷൻ കടകൾക്ക് വ്യാഴാഴ്ചയായിരിക്കും അവധിയെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളായ കുഞ്ഞത്ത് വീട്ടിൽ ശ്രീജീവ്, പത്മനാഭൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും തുടർന്ന് മാലായ ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലും ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ അയ്യപ്പൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്ന രാസവള വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. KR ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു.
വ്യക്തി അധിക്ഷേപത്തിനെതിരെ AICC സെക്രട്ടറി TN പ്രതാപൻ തൃശൂർ റൂറൽ SP-ക്ക് പരാതി നൽകി. പാർട്ടി വിടാനൊരുങ്ങി TN പ്രതാപൻ എന്ന തലക്കെട്ടോടെ തന്റെ ഫോട്ടോ ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജിൽ അഭിലാഷ് അപ്പു അഭിലാഷ് എന്ന പേരിലുള്ള പ്രൊഫൈലിനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നോട് അവമതിപ്പും സ്പർദ്ധയും സൃഷ്ടിക്കുന്നതിനും കരുതിക്കൂട്ടിയാണ് വ്യാജവാർത്ത ചമച്ച് കാർഡുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെള്ളിയാങ്കല്ലിൽ നിന്നും തൃത്താല പമ്പ് ഹൌസിലേക്ക് വെള്ളമെത്തിച്ച് അവിടെയുള്ള ശുദ്ധീകരണശാല വഴി നഗരസഭയിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 40 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനായി നഗരസഭ നടപ്പിലാക്കുന്നത്. തൃത്താല ശുദ്ധീകരണ പ്ലാന്റിനായി 20 കോടി രൂപ അനുവദിക്കുകയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. കുറുക്കൻപാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാകും. അനുവദിച്ച തുക ഉപയോഗിച്ച് പൈപ്പുകളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾ നൽകുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയിലെ പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. YMCA ടാങ്ക്, തൃശൂർ റോഡിലെ 2 ടാങ്കുകൾ, നിർമ്മാണം പൂർത്തിയാകുന്ന കുറുക്കൻപാറ ടാങ്ക് എന്നിവയിലൂടെ നഗരസഭയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പാറേമ്പാടത്ത് നിന്ന് അയ്യപ്പത്ത് റോഡ് വഴി അടുപ്പൂട്ടിയിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ച് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുക. കുറുക്കൻപാറയിൽ നടക്കുന്ന പദ്ധതിയുടെ പുരോഗതി ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൌൺസിലർമാരായ രുദ്ര രജീഷ്, PV രഞ്ജിത്ത് എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. ഈ പദ്ധതികളിലൂടെ കുന്നംകുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് വരും നാളുകളിൽ വലിയൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ നായയുടെ ഭീതിയിൽ. സിവിൽ സ്റ്റേഷനിൽ കളക്ടറെ കാണാനും മറ്റു വിവിധ ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ആളുകളാണ് തെരുവു നായ്ക്കളുടെ മുന്നിൽപ്പെടുന്നത്. തെരുവു നായ്ക്കളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ തൃശൂർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമലയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നു. പട്ടിപ്പറമ്പ് ചൂലനൂർ റോഡിൽ മോസ്കോ മുക്കിന് സമീപമാണ് പൈപ്പ് ലൈൻ തകർന്ന കുടിവെള്ളം പാഴാകുന്നത്. നിരന്തരമായി വെള്ളം പാഴായി പോകുന്നതിലൂടെ റോഡും തകർന്നു. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വർഷങ്ങളായിട്ട് 1 വർഷത്തിൽ കൂടുതലായിട്ട് റോഡിൽ വെള്ളം പൊട്ടി, വാട്ടർ അതോറിറ്റി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടും യാതൊരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ വെള്ളം ഈ കുടിവെള്ളത്തിന് ക്ഷാമം നിൽക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം റോട്ടിൽ വരുന്ന ആൾക്കാരുടെ പറമ്പ് കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം പല അധികാരികൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ട് യാതൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇടവേള. Discover is love right go there. La Crème de la Fraîcheur. French Diary Ice Creams, a taste factory.
വാർത്തയിലേക്ക്. കാലവർഷത്തിന് മുന്നോടിയായി കാനകളിലെ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG സനീഷ് എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. കാനകളിലെ മാലിന്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും ചെയർപേഴ്സൺ കർശന നിർദ്ദേശം നൽകി. നഗരസഭാ കൌൺസിലർമാരായ രാമചന്ദ്രൻ, സതീഷ് കുമാർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. കൊടകര മർച്ചന്റ്സ് അസോസിയേഷൻ 50ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിക്സൺ കുരുവിള, ബാബു ജോർജ്, ജോഷി നെടുമ്പാക്കാരൻ, PV ഫ്രാൻസിസ്, C വിനോദ്, KM രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുവല്ലൂർ യൂണിറ്റിന്റെ 26ാമത് വാർഷികം ആഘോഷിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പെരുവല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി BV അമൃതൻ, ജില്ലാ ക്ഷേമനിധി കോർഡിനേറ്റർ CL റാഫേൽ, VK ജോസ്, അലക്സ് വർഗീസ്, ബിബിൻ കുറുവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര വാർഡിൽ കുട്ടികൾക്കായി ത്രിദിന വ്യക്തിത്വ വികസന ക്യാമ്പ് സമാപിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനിമോൾ സതീശൻ, വാർഡംഗം ശ്രീജ പ്രബീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ K പ്രസാദ്, മോളി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തൃക്കൂർ സുരേഷ് വാതിരുടെ നേതൃത്വത്തിൽ വാസോർധാര നടന്നു. ഗണപതി ഹോമം, ശ്രീരുദ്രജപം, അയ്യപ്പസ്വാമിക്ക് പൂർണ്ണാഭിഷേകം എന്നിവ നടന്നു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന സെക്രട്ടറി പരമേശ്വരൻ, സമൂഹം പ്രസിഡന്റ് ദേവനാരായണൻ, സെക്രട്ടറി ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് കൂരിക്കുഴി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PM അബ്ദുൽ മജീദ്, KU അബു മാസ്റ്റർ അനുസ്മരണ സംഗമം നടത്തി. കൂരിക്കുഴി സെന്ററിൽ നടന്ന അനുസ്മരണ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് സെക്രട്ടറി KK അഫ്സൽ, PM അബ്ദുൽ മജീദ് അനുസ്മരണവും, മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി, KU അബു അനുസ്മരണവും നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, കയ്പമംഗലം പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിർ പഴുമ്പറമ്പിൽ, നസീമ പുതിയ വീട്ടിൽ, മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു തുടങ്ങിയവർ സംസാരിച്ചു. എന്ത് കാര്യങ്ങളും നമ്മളോട് സംസാരിക്കാനും ചോദിക്കാനും. പുല്ലൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഭഗവത്ഗീത പഠന ക്ലാസിന്റെയും ശ്രീമദ് ഭാഗവത പഠന ക്ലാസിന്റെയും ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. പ്രഭാഷകൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ക്ലാസ്. ഭാഗവതാചാര്യൻ പാലാഴി കൃഷ്ണകുമാർ ക്ലാസിന് നേതൃത്വം വഹിക്കും. ക്ഷേത്രം ഊരാളൻ വിശാഖൻ പടിയൂർമന, മേൽശാന്തി സുജയ് പടിയൂർമന, ഇസ്കോൺ അംഗം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കൈരളി കലാവേദി ഏനാമക്കലിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒലീവ് ഹെൽത്ത് കെയർ മേച്ചേരിപ്പടിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പ്രേംലാൽ ഡേവിഡ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്തു. കൈരളി കലാവേദി പ്രസിഡന്റ് KA മൂസ അധ്യക്ഷത വഹിച്ചു. IA അരൂപ്, KK ക്രിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഡിസൈനർ കളക്ഷൻ ഷോയുടെ 16ാമത് ഷോ സിഗ്നേച്ചർ ഈ മാസം 29-ന് തൃശൂരിലെ ചാക്കോളാസ് പവലിയൻ കൺവെൻഷൻ സെന്ററിൽ നടക്കും. കോസ്റ്റ്യൂം ഡിസൈനർ JMLV മുഖ്യാതിഥിയാകും. ഡിസൈനർ കളക്ഷൻ ഷോയിൽ അവാർഡുകളും നൽകും. വൈസ് പ്രിൻസിപ്പൽ ലേഖ വാസുദേവൻ, വകുപ്പ് മേധാവി സിന്ധു ഫ്രാൻസിസ്, വിദ്യാർത്ഥി പ്രതിനിധി PR ശ്രീലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPI ചന്ദ്രാപിനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകതിർ ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മുൻ MLA T ടൈസൺ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. KK വത്സരാജ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി, കൺവീനർ സജന പർവീൻ, മണ്ഡലം ചെയർമാൻ ദിവ്യ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
SNDP യോഗം നാട്ടിക യൂണിയനിലെ ചന്ദ്രാപിനി ശാഖയിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സലി തഷ്നാത്ത് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ സെക്രട്ടറി അദ്വൈത് വയനപ്പിള്ളിൽ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാശങ്കർ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ സജയ് വയനപ്പിള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,565 രൂപ, പവന് 1,16,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. 76 സ്കൂളുകൾക്ക് 100% വിജയം. തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചേക്കും. വിലവർധന 10 രൂപയിൽ എത്തിക്കാൻ എണ്ണ കമ്പനികളുടെ നീക്കം. ഇന്ധന വിലവർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. തൃശൂർ നഗരത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നും TR ഹിരൺ. ദേശീയപാത വാണിയമ്പാറയിൽ ആംബുലൻസിൽ ലഹരിമരുന്ന് കടത്തിയ 2 പേർ പിടിയിൽ. വെട്ടിക്കൽ സ്വദേശി ഫെയ്ത്ത്, അഞ്ചേരി സ്വദേശി സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി